അസിസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്പാണ്. നല്ല അടിപൊളിയായിട്ട് ഫോട്ടോ എല്ലാം എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ്. പല കളർഫുള്ളായിട്ട് നല്ല റീടച്ച് ചെയ്തിട്ട് ഫോട്ടോ അടിപൊളിയാക്കാം. അതിന് നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓണാക്കി വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് ആപ്പിലേക്ക് വരാം. ആപ്പിൻ്റെ പേര് സ്നാപ്സീഡ് എന്നാണ്. സ്നാപ്സീഡ് ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് അവിടുന്ന് പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് സ്നാപ്സീഡ്. സ്നാപ്സീഡ് അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിനു ശേഷം ഓപ്പൺ എന്ന് കാണാം. ഓപ്പൺ പക്ഷേ നമുക്ക് ഏത് പിക്ചറാണോ എഡിറ്റ് ചെയ്യേണ്ടത് ആ പിക്ചർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഡീഫോൾട്ടായിട്ടുള്ള കുറച്ച് എഫക്ട്സുകൾ കാണാവുന്നതാണ്. അതിൽ പോർട്രേറ്റ്, സ്മൂത്ത്, പോപ്പ്, ഇത് ഓരോന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ ഓരോന്ന് നിങ്ങൾക്ക് മാറ്റങ്ങൾ അറിയാൻ കഴിയും. ഓരോന്ന് പ്രസ് ചെയ്ത് നോക്കുക. ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണമെങ്കിൽ ഇവിടെ ഉണ്ടാവും. പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തതിന് ശേഷം ഈ ടൂൾസിൽ വന്നു കഴിഞ്ഞാൽ ടൂൺ ഇമേജ് അഡ്ജസ്റ്റ്മെൻറ്റ്സുകളാണ്. അതിൽ ഈ 3 ലൈൻ സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ബ്രൈറ്റ്നസ് സെലക്ട് ചെയ്ത് ബ്രൈറ്റ്നസ് കൂട്ടാൻ കൊടുക്കുകയും ചെയ്യാം. അത് കഴിഞ്ഞാൽ കോൺട്രാസ്റ്റ് നമ്മൾ ഫോട്ടോഷോപ്പിൽ ചെയ്യുന്ന അതേ ഒരു എഫക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടാവുന്നതാണ്. സാച്ചുറേഷൻ കളറിൻ്റെ ഡെപ്തൊക്കെ ഒന്ന് കൂട്ടാം. സാച്ചുറേഷനിൽ വന്നു കഴിഞ്ഞാൽ ആംബിയൻസ്, ഹൈലൈറ്റ്, ഷേഡോ, വാമ്, അതിൽ അത്രയാണുള്ളത്. പിന്നെ ടൂൾസിൽ നിന്ന് കഴിഞ്ഞാൽ ഡീറ്റെയിൽ, ഫോട്ടോ ലേശം ക്ലിയർ കുറഞ്ഞ മങ്ങിയ ഫോട്ടോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ലേശം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ ലേശം ഷാർപ്പ്നെസ് കൂടുന്നതായിട്ട് കാണാം. ഷാർപ്പ്നെസ് കൂടുകയാണ് ഇത് ചെയ്യുക. പിന്നെ കർവ്സ് ഇത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ചെയ്ത് നോക്കാവുന്നതുള്ളൂ. ഓരോന്നും വൈറ്റ് ബാലൻസ് അതൊക്കെ ആവശ്യത്തിന് മാത്രം ചെയ്യും. ഫോട്ടോ ആവശ്യമുണ്ടെങ്കിൽ ക്രോപ്പ് എന്നെല്ലാവർക്കും അറിയാവുന്നില്ല. ക്രോപ്പ് പിന്നെ സാധാരണ ഇതൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. ഇതിൽ മെയിൻ ആയിട്ടുള്ള നോക്കാനുള്ളത് ഗ്ലാമർ ഗ്ലോ അടിച്ച് കഴിഞ്ഞാൽ ഫോട്ടോ ഒന്നും കൂടി ഇത് തിളങ്ങി നിൽക്കണ മാതിരി ഉണ്ടാവും. പിന്നെ വിൻറ്റേജിൽ വന്നു കഴിഞ്ഞാൽ ഫോട്ടോയ്ക്ക് ഓരോ ഇപ്പോൾ ഈ ഫോട്ടോ ആയതുകൊണ്ടാണ് വലിയ എഫക്റ്റ് അറിയാത്തത്. നമ്മൾ ക്യാമറയിൽ എടുത്തൊരു ഫോട്ടോ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് അറിയാവുന്നതാണ്. ഫോട്ടോയിൽ മാറ്റുന്നത് ആ വിൻറ്റേജിൽ നമുക്ക് ഇവിടെ എഫക്റ്റൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കാം. പിന്നെ വിഗ്നേറ്റൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. കൂട്ടാനും കുറയ്ക്കാനും ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് ഇതുപോലുള്ള പല ഇത് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതാണ്. അതിൽ നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. ഫ്രെയിംസ് അഡ്ജസ്റ്റ് ഇതുപോലെ ആക്കാവുന്നതാണ് ഫോട്ടോയുടെ. പിന്നെ ഇതിലുള്ളത് ഹെഡ് പോസ് നമ്മൾ വേറൊരു ഫോട്ടോ ഓപ്പൺ ചെയ്യാനുണ്ട്. അത് ഫേസ് കാണുന്ന ഒരു ഫോട്ടോ വേണം ഓപ്പൺ ചെയ്യാൻ. അതിന് നമ്മളൊരു ഫോട്ടോ സെലക്ട് ചെയ്യും. ടൂൾസിൽ ഹെഡ് പോസ് വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഓപ്ഷനിൽ ഓരോ സ്മൈലൊക്കെ കൂട്ടി കൊടുക്കാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് തന്നെ നിൽക്കുന്നതിൻ്റെ സ്മൈൽ കൂടി കുറയും ചെയ്യുകയും ചെയ്യും.
ഫോക്കൽ ലെങ്ത്ത്, ഫേസ് ലേശം ഇത് ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ചെയ്ത് നോക്കുക. എല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവസാനം എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം എക്സ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഗാലറിയിൽ ഫോട്ടോ സേവ് ആയിട്ടുണ്ടാവും. അപ്പോൾ നല്ല എഫക്റ്റായിട്ടാവും ഉണ്ടാവുക. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.